10ാം ക്ലാസ് പഠിക്കുന്ന പയ്യൻ അവന് കഞ്ചാവ് വലിക്കുന്നു. ഇനി നമ്മൾ എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോയത്? ഞങ്ങൾക്ക് പിന്നെ നാട്ടുകാരുടെ മുഖത്ത് നോക്കാൻ പറ്റില്ല. അപ്പൊ ഈ ടെൻഷനിൽ നിന്ന് രക്ഷപ്പെടാൻ ആദ്യം സിഗരറ്റ് ആയിട്ടും. I'm Dr. Semelatu, International Certified Corporate Trainer and Psychologist. Welcome to the episode of Healing Pages. അവന് ഡ്രഗ്സ് യൂസ് ചെയ്യുന്നു, ഹാൻഡ്സ് ഉപയോഗിക്കുന്നു, ഇതൊക്കെയാണ് പരാതി. പഠിക്കാൻ യാതൊരു താല്പര്യവും കാണിക്കുന്നില്ല. ഞാൻ അവനുമായിട്ട് ഇരുന്ന് സംസാരിച്ചു. അവനിതൊന്നും അംഗീകരിക്കാൻ തയ്യാറല്ല. ഞാൻ അവനോട് ഓരോരോ കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണം. നിനക്ക് പഠിക്കാൻ ശ്രമിക്കുമ്പോഴും നിനക്ക് ഓർമ്മശക്തി കുറയുന്നില്ലേ? നിനക്ക് കോർഡിനേഷൻ നഷ്ടപ്പെടുന്നില്ലേ? നിനക്ക് പലതര പ്രശ്നങ്ങൾ നിൻ്റെ ശരീരത്തിൽ ഇന്ന കാര്യങ്ങൾ സംഭവിക്കുന്നില്ലേ? ഒടുവിൽ അവനെല്ലാം അംഗീകരിക്കേണ്ടി വരുന്നു. കാരണം ഡ്രഗ്സ് എന്ന് പറയുന്ന 4 ടൈപ്പാണ്. ആ 4 ടൈപ്പിൻ്റെയും എങ്ങനെയാണത് ശരീരത്തെ അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തെ ബാധിക്കുന്നത് എന്നൊന്നും ഇവർക്കറിയില്ല. അത് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ആ കാര്യങ്ങളൊക്കെ ആ വിഷമങ്ങളൊക്കെ ആ പ്രശ്നങ്ങളൊക്കെ അവൻ അനുഭവിക്കുന്നുണ്ട് എന്ന് എന്നോട് തുറന്ന് പറയേണ്ടി വരുന്നു. ഇനി നമ്മൾ എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോയത്? അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പാരൻസ് ആയാലും സമൂഹമായാലും ചിന്തിക്കേണ്ടത് അവിടെയാണ്. ഗൾഫിലായിരുന്നു അവൻ്റെ ഫാദർ. 7ാം ക്ലാസ് വരെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ CBSEയിലാണ് പഠിച്ചത്. നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. പഠിക്കുന്ന അവസ്ഥയായിരുന്നു. പക്ഷേ പിന്നീട് നിതാഖാത്തിൻ്റെ ഭാഗമായി ഫാദറിന് വരുമാനം കുറഞ്ഞപ്പോൾ സാധാ പബ്ലിക് സ്കൂളിലേക്ക്, ഗവൺമെൻറ് സ്കൂളിലേക്ക് 8ാം ക്ലാസ്സിൽ അവനെ മാറ്റി. 8ാം ക്ലാസ്സിൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ അതുവരെ പഠിച്ച ആൾക്ക് 8ാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ അവനൊന്നും മനസ്സിലാവുന്നില്ല. 8ാം ക്ലാസ്സിൽ അവന് പഠനത്തിൽ താല്പര്യം കാണിക്കാതെ അവൻ്റെ സുഹൃത്തുക്കളുടെ കൂടെ കറങ്ങി നടന്നു. കാരണം പഠിക്കാൻ കഴിയുന്നില്ല. 9ാം ക്ലാസ്സിലെത്തുമ്പോൾ ടീച്ചേഴ്സ് പറഞ്ഞു, നീ ഇതേ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഞങ്ങളുടെ സ്കൂളിൻ്റെ പ്രശസ്തി ഞങ്ങൾക്ക് സാക്രിഫൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒന്നുകിൽ തന്നെ ഞങ്ങൾ 9ാം ക്ലാസ്സിൽ തോൽപ്പിക്കും, അതല്ലെങ്കിൽ നീ സൈക്കോളജിസ്റ്റിനെ കണ്ട് LD സർട്ടിഫിക്കറ്റ്, ലേണിംഗ് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നാൽ തന്നെ സ്ക്രൈബിനെ വെച്ച് പഠിപ്പിക്കാം. അപ്പോൾ ഈ ഒരു ഘട്ടം എത്തുമ്പോൾ ഇവൻ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, പക്ഷെ പഠിക്കാൻ കഴിയുന്നില്ല. ഒന്നും അവന് മനസ്സിലാവുന്നില്ല. വീട്ടിൽ നിന്ന് പ്രഷർ, പഠിക്കണം, ടീച്ചേഴ്സിൻ്റെ പ്രഷർ, മറ്റ് പ്രഷറുകൾ. കാരണം ഇത്രയും കാലം 7ാം ക്ലാസ് വരെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിച്ചിട്ട് നീ 10ാം ക്ലാസ് തോറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് പറഞ്ഞ് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പിന്നെ നാട്ടുകാരുടെ മുഖത്ത് നോക്കാൻ പറ്റില്ല. പാരൻസ് കൊടുക്കുന്ന പ്രഷർ അതാണ്. സ്കൂളിൽ നീ കാരണം ഞങ്ങൾക്ക് 100% വിജയം കരസ്ഥമാക്കുന്ന സ്കൂൾ എന്ന പേര് നീ കാരണം നഷ്ടപ്പെടാൻ പറ്റില്ല. എല്ലായിടത്തുനിന്നും ഇത്തരത്തിലുള്ള ഭീഷണികളും പ്രശ്നങ്ങളും സ്ട്രെസ്സും വരുമ്പോൾ അതിന് രക്ഷപ്പെടാൻ ഈ ഒരു പ്രീ അഡോളസെൻ്റ് ഏജിലുള്ള ഒരു ആൾക്ക് ചിന്തിച്ച് തീരുമാനം എടുക്കാൻ കഴിയില്ല. അപ്പോഴാണ് പിയർ പ്രഷർ വരിക, സുഹൃത്തുക്കളുടെ സ്വാധീനത്തിന് വഴങ്ങുന്ന അവസ്ഥയുണ്ടാവുക. അപ്പോൾ ഈ ടെൻഷനിൽ നിന്ന് രക്ഷപ്പെടാൻ ആദ്യം സിഗരറ്റായിട്ടും, പിന്നെ ഹാൻഡ്സായും, പിന്നെ കഞ്ചാവായും, പിന്നെ അത് പതിയെ ഹാഷിഷും MDMAയിലേക്കും എത്തി എന്നതാണ് വാസ്തവം. ഇതിനുള്ള പരിഹാരം എന്താണ്? ഇതിനുള്ള പരിഹാരം 10ാം ക്ലാസ്സിലാണ് അവൻ പഠിക്കുന്നതെങ്കിലും അവന് എത്ര ട്യൂഷന് പോയാലും ആ 10ാം ക്ലാസ്സിലെ വിഷയങ്ങളാണ് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയുള്ളൂ. പക്ഷെ ഇവൻ്റെ സ്റ്റാൻഡേർഡ് ഏതാണ്? ഇവൻ 7ാം ക്ലാസ്സിലാണ് നിൽക്കുന്നത്. ഞാൻ പാരൻസിനോടും അവനെ ബോധ്യപ്പെടുത്തി, നിൻ്റെ സ്റ്റാൻഡേർഡ് 7ാം ക്ലാസ്സിലാണ്. അപ്പോൾ 7ാം ക്ലാസ്സിൽ ഒരു സ്പെഷ്യൽ മെൻറ്ററെ, ഒരു പേഴ്സണൽ മെൻറ്ററെ ഉപയോഗിച്ച് ഈ 7ാം ക്ലാസ്സിലെ പാഠഭാഗങ്ങൾ ഭംഗിയായി പഠിച്ചെടുത്ത് 10ാം ക്ലാസ്സിൻ്റെ പകുതി ആകുമ്പോഴേക്ക് നീ ഏകദേശം ഒരു 10ാം ക്ലാസ്സിലേക്ക് എത്തും. അവിടെ നിന്ന് നീ കുറച്ചുകൂടി കഠിനാധ്വാനം ചെയ്താൽ നിനക്ക് ഈ 10ാം ക്ലാസ് പാസ്സാവാം. ഞാൻ വലിയ മാർക്ക് വാങ്ങാൻ കഴിയുമെന്നൊന്നും പറയുന്നില്ല. അങ്ങനെ ഒരു അമിത ആത്മവിശ്വാസത്തിൽ പാരൻസ് നിൽക്കരുത്. ഇവൻ്റെ കൂടെ നിന്നുകൊണ്ട് ഇവനെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അവൻ ടെൻഷൻ വരുമ്പോഴാണ് ഇതൊക്കെ യൂസ് ചെയ്യുന്നത്. ഇവൻ അതിൽ നിന്ന് പൂർണ്ണമായി മോചിപ്പിക്കാൻ എന്നെക്കൊണ്ട് കഴിയുമെന്ന് വാക്ക് കൊടുക്കുകയും SSLC എക്സാമിൽ അയാൾ ഫുൾ A+ഓടുകൂടി പാസ്സാകുകയും ചെയ്ത് അതിൻ്റെ ഹയർ സ്റ്റഡീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.